ഒടുവിൽ പ്രിയങ്ക എത്തി. അതായത് AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ ചുമതല ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല, എന്നാൽ ചുമതല നൽകിയിട്ടുണ്ട്. അതായത് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ മേഖലയിലേക്ക് പ്രിയങ്ക ഇതുവരെ പോയിട്ടില്ല. അതിന്റെ കാരണം തൻ്റെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലായിരുന്നു. അമേരിക്കയിലെ ന്യൂയോർക്കിൽ തൻ്റെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം തിങ്കളാഴ്ച പ്രിയങ്ക ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ ഉത്തർപ്രദേശ് മേഖലയിൽ താൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ പ്രിയങ്ക കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുത്ത് അവിടെ പ്രചരണത്തിനിറങ്ങുക, അതായത് ഫെബ്രുവരി 7-ന് AICC ജനറൽ സെക്രട്ടറിമാരുടെ ഒരു യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതിന് ശേഷമായിരിക്കാം പ്രിയങ്ക കിഴക്കൻ ഉത്തർപ്രദേശ് മേഖലയിൽ പ്രചരണ പരിപാടികൾക്ക് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 9-ന് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഏകദേശം പ്രിയങ്ക ഗാന്ധി കിഴക്കൻ ഉത്തർപ്രദേശ് മേഖലയിൽ പ്രചരണം നടത്തുക. എന്നാൽ പോലും കിഴക്കൻ ഉത്തർപ്രദേശിന്റെ പ്രചരണ ചുമതല നൽകിയിട്ട് ഇതുവരെ പ്രിയങ്ക അവിടെ എത്താത്തത് ചില പ്രതിസന്ധികൾ കാരണം തന്നെയാണ്. എന്നാൽ ഈ പ്രതിസന്ധികളൊക്കെ ഇപ്പോൾ തരണം ചെയ്തുകൊണ്ട് പ്രിയങ്ക ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് കിഴക്കൻ ഉത്തർപ്രദേശ് മേഖലയിൽ പ്രിയങ്ക ഒരുക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അതായത് ഗുലാം നബി ആസാദ് പറയുന്നത് ലക്നൌവിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ റാലി ഉണ്ട്. ആ റാലിയിലേക്ക് വലിയ ജനപിന്തുണ, ജനപ്രവാഹം എത്തിക്കാനുള്ള ഒരു ശ്രമം AICC ജനറൽ സെക്രട്ടറിമാർക്ക് നൽകുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ചുക്കാൻ പിടിക്കേണ്ടത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് മുമ്പ് ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തി റാലിയിലേക്ക് വലിയ ജനപിന്തുണ ഉണ്ടാക്കി തീർക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിയുടെ ബാധ്യതയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് നിലവിൽ ചുമതല നൽകിയിട്ടുള്ളത് വാരണാസി, ഗോരഖ്പൂർ അടങ്ങുന്ന മേഖല തന്നെയാണ്. അതായത് ഏറ്റവും ശക്തമായിട്ടുള്ള BJPയുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ BJP കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങൾ അടങ്ങുന്ന കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം യുവ നേതാവായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പടിഞ്ഞാറൻ മേഖലയുടെ ചുമതല നൽകിയിട്ടുണ്ട്. വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയങ്ക ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയുള്ളത് പ്രിയങ്കയുടെ അംഗമാണ് കാണാൻ വേണ്ടി പോകുന്നുള്ളത്. അതായത് BJP രാഷ്ട്രീയത്തിന് ശക്തമായിട്ടുള്ള താക്കീത് കൊടുക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകളാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അതായത് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നടത്തുന്ന റാലിയിലേക്ക് വലിയ ജനപിന്തുണ എത്തിക്കഴിഞ്ഞാൽ വലിയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകളുണ്ട്. 22 സീറ്റുകളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി പോകുന്നുള്ളത്. 29ഓളം സീറ്റുകൾ പിടിക്കാൻ ശ്രമിക്കും. എന്നാൽ 22 സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ്. ഇതിൽ കിഴക്കൻ ഉത്തർപ്രദേശ് മേഖലയിൽ, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അതായത് ഏകദേശം നല്ല ഒരു സീറ്റ് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് പ്രിയങ്കയുടെ വിപ്ലവം അവിടെ സൃഷ്ടിക്കുക, ഗോരഖ്പൂരിലും വാരണാസിയിലും BJPയുടെ നേതാക്കന്മാർക്ക് വെല്ലുവിളി ഉയർത്തുക, യോഗി ആദിത്യനാഥിനെതിരെ വെല്ലുവിളി ഉയർത്തുക, വാരണാസിയിൽ മോദിയെ വെല്ലുവിളിക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ നേതൃത്വത്തിനുണ്ട്. അതോടൊപ്പം തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ കോൺഗ്രസിന്റെ യുവതുർക്കിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഇറങ്ങിയിട്ടുള്ളത്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രചരണങ്ങൾ ശക്തിയാർജിച്ചാൽ വലിയ നേട്ടം പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്നത് ഫെബ്രുവരി 7-ലെയും ഫെബ്രുവരി 9-ലുമുള്ള രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് ശേഷം AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രിയങ്ക ഗാന്ധി കിഴക്കൻ ഉത്തർപ്രദേശ് സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.